ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരസ് ക്രാഫ്റ്റ് ആൻഡ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേതൊരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആണ്. ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നീളത്തിൽ മുറിച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് എരി നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് വലിയ ഉള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് പെട്ടെന്ന് തന്നെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്തിട്ട് ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ടുള്ള പാകം വന്നിട്ടുണ്ട്. കടിച്ചു നോക്കുന്ന സമയത്ത് ആ ഒരു കടി ഉണ്ടാവില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് കിടക്കും കേട്ടോ. അതാണ് നമുക്ക് നല്ല വഴറ്റിയെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പാകം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു പച്ചമണക്ക് മാറി ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, നല്ലോണം തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിനി ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർന്ന് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ മസാലയായിട്ട് ഈ ചിക്കൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇളക്കി തന്നെ നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഉള്ളിയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചിക്കനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. കല്ലുപ്പന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത്, നല്ലോണം ഒന്നും വേവേണ്ട, ഒരു 1/4 ഭാഗമെങ്കിലും വെന്ത് വന്നാൽ മതിയാവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൂടി തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയതിന് ശേഷം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു 1.5 തേങ്ങ എടുത്തിട്ട് അതിൻ്റെ 1-ാം പാലും 2-ാം പാലും ആണ് കേട്ടോ ഇതുള്ളത്. അപ്പം അത് കുറച്ചുണ്ട്. നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കുന്നതും പിന്നെ അതിൻ്റെ ഗ്രേവി എല്ലാം ഈ തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. അപ്പം ആ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ, അതുവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. പിന്നെ ഇത് മൂടി തുറന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്കിത് വേവിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് ഗ്രേവി വേണ്ട, ചെറിയൊരു ഗ്രേവി മതിയാവും കേട്ടോ. നമുക്കിത് അപ്പത്തിനും അല്ലെങ്കിൽ ചപ്പാത്തി ആണെങ്കിലും ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് കുറച്ച് നല്ലോണം മല്ലി ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല സ്വാദാണ് നമുക്ക് ചിക്കൻ കറിക്ക് തരുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് അവസാനം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു തിളയിൽ തന്നെ. പിന്നെ ഇത് നന്നായിട്ട് തന്നെ കുറച്ച് നേരം മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് വെന്തെന്ന് നമുക്കിത് കഴിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ. അപ്പം ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ കറി, തേങ്ങാപ്പാൽ ചിക്കൻ റെഡിയായി. നല്ല സ്വാദുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ അപ്പമൊക്കെ ഇല്ലേ, പിന്നെ വെള്ളാപ്പത്തിനും ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തീൻ്റെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഈ ചിക്കൻ കറി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്വാദാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്